ഹായ് അസ്സലാമലൈക്കും. സജന ഹക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. മുഹറം 9 വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. ഉള്ളി ബജിയും അതേപോലെ തന്നെ തരി കാച്ചിയതാട്ടോ കുഞ്ഞടക്കളയിൽ ഇന്ന് വിഭവങ്ങളായിട്ട് ഒരുക്കുന്നത് കേട്ടോ, നോമ്പ് തുറക്കി. അപ്പോൾ രാവിലെ തന്നെ ദോശയും ചമ്മന്തി ആട്ടോ റെഡിയാക്കിയെടുത്തത്. കുഞ്ഞു രീതിയിലുള്ള ചമ്മന്തിയും അതേപോലെ തന്നെ ദോശയും കേട്ടോ, പിള്ളേർക്കാട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ നോമ്പാണ്, ഉമ്മാക്കും നോമ്പാണ്, എനിക്ക് നോമ്പാണ്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും തക്കാളി ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് ഞാൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ, നോമ്പല്ലേ എന്ന് കരുതി അങ്ങനെ ഒതുക്കി കൂട്ടിയുള്ള വിഭവങ്ങളുമായിട്ടാട്ടോ രാവിലെ ഉച്ച വരെയുള്ളത്. പിന്നെ അടിപൊളി കിടുക്കാച്ചി, നമ്മുടെ തരി കാച്ചിയതും അതേപോലെ തന്നെ ഉള്ളി ബജി ആയിരുന്നു കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നു ലൈവ് ഇടാനായിട്ട് വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്നത് കേട്ടോ. അപ്പോൾ വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വീഡിയോസും കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നതാ. കുഞ്ഞ് ചമ്മന്തിയായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പാനിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായപ്പോൾ തക്കാളി കുട്ടനെയും സബോള കുട്ടനെ അരിഞ്ഞതും അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് മുളക് പൊടിയും ഉപ്പിട്ട് നല്ലപോലെ അങ്ങോട്ട് മസാല അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇതാ ചൂടാറാനായിട്ട് വെച്ചിട്ടോ. ഇതാ നമ്മുടെ മക്കൾക്കുള്ള ദോശയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദോശയും തക്കാളി ചമ്മന്തി ആട്ടോ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ ഞാൻ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്, അതൊക്കെ വാർത്ത് വയ്ക്കാം കേട്ടോ ഉമ്മ. അപ്പോൾ പിന്നെ പിള്ളേർക്കുള്ള ദോശ എന്തെങ്കിലും ചുട്ടും കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് അങ്ങോട്ട് കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ചമ്മന്തിയും ദോശയാണ് കേട്ടോ ഇന്നത്തെ പിള്ളേർക്കുള്ള ഫുഡ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് മീൻ കറി ഉണ്ട്. അപ്പോൾ മുട്ട ഓംപ്ലേറ്റ് വേണോ മുട്ട ബുൾസൈന് വേണമെന്നോ കേട്ടോ ചോദ്യം. ഇനി ഞാൻ എന്താ നമ്മുടെ മുട്ട ബുൾസൈനാട്ടോ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ട ബുൾസൈനാട്ടോ. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് ഈ രീതിയിലാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ മുട്ട ബുൾസൈനൊക്കെ ഉണ്ടാക്കിയ ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് നോമ്പുതുറ വിഭവങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അടിപൊളി തരി കാച്ചിയതോ പിന്നെ മുട്ട ബജി കേട്ടോ. മുട്ട ബജി അല്ല ഉള്ളി ബജി കേട്ടോ, തെറ്റിപ്പോയതാണ്. ഉള്ളി ബജി മുട്ട ബജി തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത് തകൃതിയായിട്ട് നടക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പരമാവധി എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ, വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് എന്താ ചാനൽ ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ബജി ഉണ്ടാക്കാനാട്ടോ പോകുന്നത്. 4 മണിത്തെ വിശേഷങ്ങളാട്ടോ ഇനി കാണുന്നത്. അങ്ങനെ ഉള്ളി ബജിയിലേക്കുള്ള സബോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം അരിഞ്ഞെടുത്ത് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിച്ചപ്പാട്ടോ. മല്ലിച്ചപ്പ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് ഒപ്പിച്ചതാ അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ കറിവേപ്പില കുനുകുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടി കേട്ടോ. പിന്നെ മുളക് പൊടി പാകത്തിന്, ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാകത്തിന് ഉപ്പിട്ടോ. പാകത്തിന് ഉപ്പിട്ട് പിന്നെ നമ്മുടെ മൈദപ്പൊടി 3 ടീസ്പൂൺ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കടലമാവ് പൊടി 3 ടീസ്പൂൺ ഒക്കെ പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ അസലായിരിക്കും കേട്ടോ നമ്മുടെ ഉള്ളി ബജി. അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ നീരിതാ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് ബാറ്റർ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക്
നമ്മുടെ ഉള്ളി ബജി തയ്യാറാക്കാനായിട്ടുള്ള പാകത്തിൽ പരുവത്തിൽ അങ്ങോട്ട് ആക്കിങ്ങായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് വെട്ടിത്തെളിക്കുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി ബജി ഉണ്ടാക്കുന്നിടയിൽ മൂത്ത ആൾ വന്ന് ചോദിച്ചിട്ടോ എനിക്കൊരു ഉള്ളി ബജി തരുമോന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ തരാം കേട്ടോ. മൂത്ത ആൾക്ക് കൊടുക്കണം, അതേപോലെ തന്നെ ചെറിയ ആൾക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ബജി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്കുള്ളത് അങ്ങോട്ട് മേശപ്പുറത്ത് കൊടുന്ന് വെച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഈ വെട്ടി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ടുള്ള ഉള്ളി ബജി അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പിള്ളേർക്കുള്ളതും ഞാൻ സെറ്റാക്കൂട്ടോ, അല്ലെങ്കിൽ എനിക്കെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചിങ്ങായിട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്കുള്ളതും അതേപോലെ തന്നെ എനിക്ക് ഉമ്മാക്കുള്ളത് ഉള്ളി ബജി അങ്ങോട്ട് സെറ്റാക്കാണ്. അധികം ഒന്നും ഉണ്ടാക്കിയില്ല, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളി ബജി അങ്ങോട്ട് സെറ്റായി. അങ്ങനെ അടുത്തതായി നമുക്ക് വെള്ളം കലക്കണ്ടേ, നാരങ്ങ വെള്ളം ആർക്കല്ലേ തിളക്കാനായിട്ട് അറിയാത്തത് അല്ലേ. അപ്പോൾ നാരങ്ങ വെള്ളം സെറ്റായി. അങ്ങനെ ചായയും റെഡിയായി. ഇനി അടുത്തതായി നമുക്ക് തരി കാച്ചിയത് കേട്ടോ. തരി കാച്ചാനായിട്ട് പാലും പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചിങ്ങായിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ പാലൊക്കെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. പാകത്തിന് അങ്ങോട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ വറുത്ത റവ വേണം നമ്മുടെ തരി കാച്ചിയതിലേക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളത്തിലൊക്കെ ചാലിച്ചിങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് തട്ടിക്കൊടുത്തു. എന്നിട്ട് കൈവിടാതെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. 3-4 ഏലക്കായ ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ കൈവിടാതെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം, പാകത്തിന് അങ്ങോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുനുകുന അരിഞ്ഞ നമ്മുടെ ഉള്ളി നല്ല പോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നോമ്പ് തുറക്കി നമ്മുടെ ദാഹവും ക്ഷീണമൊക്കെ അകറ്റാനായിട്ട് അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്, തരി കാച്ചിയത് കേട്ടോ. ഈ രീതിയിൽ വേണം കേട്ടോ നമ്മുടെ തരി കാച്ചിയത് സെറ്റായി കിട്ടാൻ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കി ഈ രീതിയിൽ അങ്ങോട്ട് നമുക്ക് കുടിച്ചാൽ എൻ്റെ പൊന്നൂ എന്ത് രസമായിരിക്കും എന്നറിയോ. അപ്പോൾ നമുക്ക് തരി കാച്ചിയത് സെറ്റായി. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം സെറ്റായി. അപ്പോൾ നമ്മുടെ ഉള്ളി ബജിയും സെറ്റായി. അപ്പോൾ നമുക്ക് നോമ്പ് തുറ പൊളിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ തരി കാച്ചിയതും ഉള്ളി ബജിയും നാരങ്ങ വെള്ളവും അടിപൊളിയല്ലേ, കുഞ്ഞു വിഭവങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ലൈക്കൊക്കെ അടിക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടിയുണ്ട് അല്ലേ, എന്താണെന്നറിയില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ തരി കാച്ചിയതും അതേപോലെ തന്നെ ഉള്ളി ബജിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ 100% റിസൾട്ട് നൽകുന്ന തരി കാച്ചിയതാണ് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുവരെ തരി കാച്ചിയത് ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.